രണ്ടാം ഘട്ടത്തിലാണോ പോവാതിരുന്നത്, ഒന്നാം ഘട്ടത്തിലാണോ പോവാണ്ടിരുന്നത് എന്നൊക്കെ ഒന്ന് ഇഴകേറി പരിശോധിക്കണം. കാരണം ഞാനിത് മൊത്തം കേസിന്റെ പ്രോസസ്സിനുള്ളിൽ കയറി നിൽക്കാൻ നമുക്ക് പറ്റിയിട്ടൊന്നുമില്ല. കുറ്റപത്രം വായിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരുപാട് പോരായ്മകൾ നമ്മുടെ ചർച്ചയ്ക്ക് ഇരിക്കുന്ന ആളെന്ന നിലയിൽ എനിക്ക് പോരായ്മകളുണ്ട്. പക്ഷെ എനിക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് ഷെയർ ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പോലീസിന്റെ തന്നെ കയ്യിൽ തന്നെ പലതും കിട്ടിയിട്ടുണ്ട്. ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു സമയത്ത് ഇതിന്റെ കാര്യങ്ങൾ വളരെ കൈവിട്ടു പോയ സമയത്തൊക്കെ നമ്മൾ ഇടപെടാൻ നോക്കിയ സമയത്ത് ആരുമില്ലാതെ ഗതികെട്ട അവസ്ഥയിൽ അതിജീവിതം, എനിക്കൊരു വക്കീലില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ഒരു സമയത്തൊക്കെ നമ്മൾ പഠിക്കാനും വായിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാവുന്ന കാര്യം പല സ്ഥലത്തും പല വീഴ്ചകളും പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ബാലേന്ദ്രകുമാർ മീഡിയയിൽ പറഞ്ഞു എന്ന് വെച്ചാൽ ഇത് എടുക്കണേന് ഹിയർസേ എവിഡൻസ് ഒക്കെയാണ്. അതൊക്കെ എടുക്കണേനും അപ്രീഷിയേറ്റിനൊക്കെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അദ്ദേഹം മരണമൊഴി പോലെയാണ് കൊടുത്തത് ഏറ്റവും അവസാനത്തെ മൊഴികളൊക്കെ. അദ്ദേഹത്തിന്റെ നന്മയിലൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. ഐ മീൻ എന്താ പറയാ, ഒന്നും കാണുന്നില്ല, അതിലൊരു തെറ്റ് കാണുന്നില്ല. പക്ഷെ ആളുകൾ എടുക്കുന്ന എഫേർട്ട്, ഒരുപാട് മനുഷ്യരെടുത്ത എഫേർട്ട്, ഈ എഫേർട്ടൊന്നും ചാനലൈസ് ചെയ്ത് കൃത്യമായി അത് പിൻ പോയിന്റ് ചെയ്ത് ജസ്റ്റിസിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അത് അതേസമയം തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിഫൻസ് സിസ്റ്റം നമുക്ക് ഉണ്ടാക്കാനും സാധിക്കും. അതിപ്പോ ഞാനൊരു ഡിഫൻസ് വക്കീലാണെങ്കിൽ എനിക്കും അത് സാധിക്കും. പക്ഷെ ഞാനൊരു സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഒരു വക്കീലാവുകയാണെങ്കിൽ എനിക്കത് സാധിക്കില്ല. അതാണ് ഈ ലിമിറ്റേഷൻസ് പറഞ്ഞ സംഗതി. ഇത് വലിയ പ്രശ്നമാണ്, നമ്മുടെ നാട്ടിൽ നേരിടുന്ന വലിയൊരു വിഷയമാണിത്. ഈ പ്രോസിക്യൂഷൻ സിസ്റ്റം നമ്മൾ മാറേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. നമ്മുടെ ഇൻവെസ്റ്റിഗേഷനിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതൊരു വലിയ കേസ്. അതായത് ഞാൻ പറയുന്നത് ഒരു ലീഗൽ മേഖലയിൽ റിസർച്ചർ എന്ന നിലയിൽ ഞാൻ താല്പര്യപ്പെടുന്ന ഒരു സംഗതി, ഇപ്പൊ മധുര റേപ്പ് കേസ് ഉണ്ടായി, അതിനുശേഷം നമ്മുടെ നിയമം മാറ്റി എഴുതി. വിശാഖ കേസ് ഉണ്ടായി, അതിനുശേഷം നമ്മുടെ മറ്റേ ബൻവാരി ദേവിയുടെ കേസിന് ശേഷം വിശാഖ കേസോട് കൂടി വന്നപ്പോൾ അവിടെ മാറ്റങ്ങൾ വരാൻ പറഞ്ഞു, പുതിയ നിയമം കൊണ്ടുവരാൻ പറഞ്ഞു. നിർഭയയുടെ കേസ് വന്നു, നമ്മൾ മാറ്റി എഴുതി. നോക്കൂ, ഇത്തരം കേസുകൾ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പൊ ഫ്രാങ്കോനെ വെറുതെ വിട്ടു, ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ വെറുതെ വിടുന്നു, ഈ ഗോവിന്ദചാമിയെ വെറുതെ വിടുന്നു, മർഡർ സംഭവിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ സിസ്റ്റത്തിന് പ്രശ്നമുണ്ടെന്നുള്ള ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ഇത്ര മൈറ്റി സ്റ്റേറ്റിന് എന്ത് പോരായ്മയുണ്ടെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. മൈറ്റി സ്റ്റേറ്റിൽ എന്താ കാശില്ലേ, മൈറ്റി സ്റ്റേറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പാവം ദിലീപ് അല്ലേ എന്നുള്ളതൊക്കെ ചോദിച്ചാൽ ശരിയാണ്. മൈറ്റി സ്റ്റേറ്റിന് ഇപ്പൊ പോരായ്മകളുണ്ട്. ഈ പോരായ്മകൾ തിരുത്തേണ്ട സമയം കഴിഞ്ഞു, കാലാനുസൃതമായി തിരുത്തേണ്ടതുണ്ട്. ഈ എവിഡൻസ് എടുക്കാനുള്ള പോരായ്മകള്, എടുത്ത ആൾക്കാരെ റെക്കോർഡ് ചെയ്തിരുന്നെങ്കിലും, ഈ മൊഴി മാറ്റിയ മനുഷ്യരുടെ മുഴുവൻ മൊഴി റെക്കോർഡ് ചെയ്തിരുന്നെങ്കിലും അവര് പോലീസ് അടിച്ചിട്ട് പിടിച്ചിട്ടാണ് ഈ മൊഴി തന്നെയെന്ന് പറയുമായിരുന്നോ? ഈ മൊഴി മാറ്റി പറഞ്ഞില്ലേ കോടതിയിലെത്തിയപ്പോ? ഈ ഡിജിറ്റൽ തെളിവുകൾ എന്തുകൊണ്ട് ആദ്യമേ കിട്ടിയില്ല നമ്മുടെ കയ്യിൽ? അത് സായി ശങ്കറിന്റെ കയ്യിൽ കിട്ടിയല്ലോ, എന്തുകൊണ്ട് കേരള പോലീസിന്റെ കയ്യിൽ കിട്ടിയില്ല? ഇത് ഒരുപാട് വിഷയങ്ങളുണ്ട് നമുക്ക്.